കിടിലം പടം. നല്ല പടം. എന്താണ് എല്ലാവരും നന്നായിട്ടുണ്ട്. എടുത്തു പറയാൻ ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല മേക്കിംഗ് ആയിരുന്നു, ഭയങ്കര അടിപൊളി കിടലാടി ചെയ്തിട്ടുണ്ട്. നല്ല പടം, അടിപൊളി പടമാണ്. നല്ല റൈറ്റിംഗ് ആണ്. എന്നുവെച്ചാൽ ത്രില്ലർ രീതി ജോണറാണ്. ബട്ട് ട്വിസ്റ്റുകൾ അങ്ങനെ ഒന്നുമില്ല. ബട്ട് നമുക്ക് ഈ ഒപ്പം സിനിമയൊക്കെ പോലെ നമുക്ക് ആരാ വില്ലെന്നൊക്കെ അറിയാം. ബട്ട് നല്ല കിടിലൻ റൈറ്റിംഗ് ആണ്. നല്ല സിനിമ എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ എഴുതിയ ഒരു സിനിമയാണ്. നല്ല രസമുണ്ട്. കിടിലൻ പെർഫോമൻസ്, ആരും മോശമോ ഒന്നും അങ്ങനെയല്ല. നല്ല എൻഗേജിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കിടിലായിട്ട് വർക്ക്. നമുക്കൊരു ഫീൽ ഉണ്ട് സിനിമയ്ക്ക്, ഒരു ഇമോഷണൽ ഫീൽ ഉണ്ട് സിനിമ. നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. മനുഷ്യർക്ക് പറ്റിയ റോളാണ്. വേറെ നടിമാർ വന്നാലും ഈ പക്ക ഒരു റോള് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10-18 വയസ്സുള്ള പെൺകുട്ടി, അത് ആ കുട്ടിക്ക് ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ ആ ഒരു ക്യാരക്ടർ അത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ട്. ആസിഫില് ഗംഭീരം. പുള്ളി ഈ കഴിഞ്ഞ 2-3 വേഷങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പോലീസ് വേഷങ്ങളാണെങ്കിൽ നന്നായിട്ട് എടുത്ത് പറയാതിരിക്കാൻ ഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലും പോലീസ് വേഷം പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. റീഇൻവെസ്റ്റിഗേറ്റ് പുള്ളി ചെയ്യുന്നത്. അത് ഈ കാതോട് കാതൽ എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റും അതിൻ്റെ മേക്കിങ്ങും ലൊക്കേഷനും ഷൂട്ടിങ്ങും ഒക്കെ ഈ സ്ക്രിപ്റ്റുമായിട്ട് എങ്ങനെ ബ്ലെൻഡ് ചെയ്തെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് നന്നായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. സംവിധായകൻ പറയാതിരിക്കാൻ പുള്ളി നന്നായിട്ട് ജോഫിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നല്ല മേക്കിംഗ്. കൊള്ളാം, കുഴപ്പമില്ല. പ്രതീക്ഷിച്ചതിനെ കാട്ടി നന്നായിട്ടുണ്ട്. അവർ പറഞ്ഞ എല്ലാ സസ്പെൻസും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അത് കൂടുതൽ റിവീൽ ചെയ്യാതിരിക്കണം നല്ലത്. പുള്ളി നല്ലതാണ്. ഇപ്പൊ സെലക്ഷൻ നല്ലതായിട്ട് വരുന്നുണ്ട്. നല്ല സിനിമയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്. നല്ലതായിരുന്നു. ഒരു വെറൈറ്റി ഒരു ഇതായിട്ടുണ്ടായിരുന്നു. ആസിഫ് അലിയുടെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. അനശ്വരയും കൊള്ളായിരുന്നു. പഴയ സിനിമ കണ്ട പോലെ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ എടുത്ത് പറയാനായിട്ട് തോന്നിയത്? മ്യൂസിക് ഇറ്റ്സ് അടിപൊളി. ആസിഫ് അലി എനിക്ക് അത്ര ഇഷ്ടമായില്ല. ലൈക്ക് കിഷ്കിന്റെ നോക്കുമ്പോൾ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. നല്ല ഒരു ത്രില്ലർ സസ്പെൻസ് മോഡിലിരുന്ന് കാണാൻ പറ്റിയ പടമാണ്. ആസിഫ് അലിയുടെ ആക്ടിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അനശ്വരയൊക്കെ കൊള്ളാം. സസ്പെൻസ് ആണ് പടം. സസ്പെൻസ് ആണ്. കൊള്ളാം, കുഴപ്പമില്ല. സ്റ്റോറി ബേസ്ഡ് ആണ് പോകുന്ന പടം. കുറച്ച് സ്ലോ പേസ് ആണ്. നമ്മളെ പഴയ കാതോരം പടം ബേസ് ചെയ്താണ്, കുറച്ച് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി അത് ബേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ടൈം വാച്ച് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ഗ്രിപ്പിംഗ് ആയിട്ട്, അതായത് ആ ഒരു ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്ത് പോകുന്നതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും അത് ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വൈസ് നന്നായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ആസിഫ് അലി, മനോജ് കെ ജയനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ കാലഘട്ടം കാണിക്കുന്ന ഒരു VFX ആണ്, അല്ലെങ്കിൽ അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് മാത്രം അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷേ ഒരു ഓൺ ദ ഹോൾ ഒരു വൺ ടൈം വാച്ച് മൂവി ആയിട്ടാണ് തോന്നുന്നത്. ഗംഭീരമായിരുന്നു. ഇപ്പോൾ പറഞ്ഞത് പോലെ തന്നെ ബാക്കി ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാവും, ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആവും തന്നെയാണ് പ്രതീക്ഷ. പിന്നെ എന്താ പറയണ്ടേ, കാണാൻ വരുന്നവരടുത്ത് പറയുന്ന ബ്ലാങ്ക് ആയിട്ട് വരിക. പിന്നെ കാതോരം കണ്ടിട്ടില്ലാത്തവരെ പാട്ടെങ്കിലും കാണുക. പാട്ടിൻ്റെ റെഫറൻസിലാണ് പടം പോകുന്നത്. കണക്ഷൻ ഉണ്ട്. BGM ആണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, BGM ആണ്. പിന്നെ മേക്കിംഗ് ആയാലും, പിന്നെ ഞാൻ പറഞ്ഞ സംവിധായകൻ്റെ എഴുത്തിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്. കാരണം കുറേ സിനിമകൾ കണക്ട് ചെയ്യാനുള്ളപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് ഞാൻ പറയുന്നത് ജോഫിൻ ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ്. നല്ല സിനിമയാണ്. സൈലന്റ് മൂവി, കൊള്ളാം. പടം നല്ല പടം. കുഴപ്പമില്ല, ആവറേജ് പടം. നല്ല പടം, അടിപൊളി പടം, നല്ല പടം, കൊള്ളാം. ആസിഫ് അലി അടിപൊളിയാണ്. സാധാരണ രീതിയിൽ തന്നെ കൊള്ളാം. ഒരു എബോറിഷ് നല്ല മേക്കിംഗ് ആയിരുന്നു. നല്ല പെർഫോമൻസസ് ഒക്കെ ആയിരുന്നു. ആസിഫ് അലി എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ആസിഫ് അലി, അനശ്വരയൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ത്രില്ലർ എന്നൊരു ഡ്രാമയായിട്ടാണ് കുറച്ചുകൂടെ തോന്നിയത്. ഹൈ മൊമെന്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാലും കൊള്ളാം. അനശ്വര അടിപൊളിയായിരുന്നു. ആസിഫ് അലിയും ലീഡ് ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളി ആക്ടിങ് ആണ്. ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? ആവറേജ്, കുഴപ്പമില്ല, ഇത്രയേ ഉള്ളൂ. എല്ലാരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല പടമായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? അല്ല, ഞാൻ കൂടുതൽ പറഞ്ഞത് സ്പോയിലർ ആകണം. ഇൻവെസ്റ്റിഗേഷൻ ട്രെയിലർ കാണുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോയി. ആസിഫിക്കയുടെ കിഡ്ലം പെർഫോമൻസ് എല്ലാം എങ്ങനെയുണ്ട്? അനശ്വര എങ്ങനെ ഉണ്ടായിരുന്നു? അനശ്വര നൈസായിരുന്നു. ഒരു പഴയ പടം കണ്ട ഫീൽ കിട്ടും. അതും ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യോ? കാതോരം ആ ഒരു ഇത് എലമെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആയി വന്നിട്ടുണ്ട്. പടം കൊള്ളാം ബ്രോ. നമ്മളെല്ലാവരും പ്രദേശം മലയാള സ്വഭാവമാണ്. കമ്പാരിസൺ, അതായത് ഈ മുൻപുള്ള പടം വെച്ച് പുള്ളിയുടെ കൃഷ്ണനെ കാണാൻ തലവനിച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കൃഷ്ണന്റെ കണ്ടം പോലെ ഒരു ഹിസ്റ്ററി ഫീലുണ്ട്. ടോട്ടല് പടം കൊള്ളാം, പടം നന്നായിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ
നമ്മ പണ്ടത് 10-30-40 വർഷം മുന്നുള്ള സിനിമയിൽ നിന്ന് എടുത്ത ചെറിയ കണ്ടന്റ്സ് ആണ്. റിയൽ ലൈഫ് നടന്നതോ പേരൊക്കെ മാറ്റി ആ ഒരു നിന്നുള്ള കാര്യമാണ്. പക്ഷെ അത് നന്നായിട്ടുണ്ട്. പിന്നെ ഉള്ള ചില ഈ സിനിമയിൽ തന്നെ ഇപ്പം സജീവമായിട്ടുള്ള ഒരു വലിയ നടന് ഒരു വലിയ ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട്. അത് കുറെയൊക്കെ ഇതാണ്. കാരണം സ്പോയിലർ ആവുമെന്ന് പറഞ്ഞു നിങ്ങൾ വേണം കിട്ടാതെ കാതോരം സിനിമയുടെ ഫ്യൂറ്റി പറ്റിയാണ് ഫുള്ള്. അപ്പൊ ഇതിൽ കുറെ ക്രെഡിറ്റ്സ് ലാസ്റ്റ് ഉണ്ട്. പക്ഷെ പടം കൊള്ളാം. കമ്പാരിസൺ പടം വെച്ച് കൊള്ളാം. ബ്രോ കൊള്ളാം ബ്രോ. എനിക്ക് പുള്ളിക്കാരിയുടെ ഞാൻ പറയാൻ പറഞ്ഞു പലരും ഹിസ്റ്ററി ഫീലിങ്. കാരണം എന്താണ് നമ്മുടെ ട്രെയിലറിൽ അങ്ങനെയാണല്ലോ ഒരു ഫീലിങ്. പക്ഷേ കൊള്ളാം, സംഭവം കൊള്ളാം. പിന്നെ അവസാനം എനിക്ക് പേഴ്സണൽ ഒരു ചോദ്യചിഹ്നം പോലെയാണ് കൊണ്ട് നിർത്തിയത്. ആക്കി കുഴപ്പമില്ല. ഓക്കെ.